പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5th യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ പ്രിഫറൻസ് നാഷണൽ ഫ്രഞ്ച് ടൈറ്റിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. ഈ ലെസൺ വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിഫറൻസ് നാഷണൽ എന്ന ഫ്രഞ്ച് ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണൽ പ്രിഫറൻസ് അഥവാ ദേശീയതയുടെ മുൻഗണന. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് അമിതമായ ദേശീയ ബോധം കാരണം ആ രാഷ്ട്രത്തിലേക്ക് സിറ്റിസൺഷിപ്പ് വഴി, പൗരത്വം വഴി മൈഗ്രേറ്റ് ചെയ്ത മറ്റു പൗരന്മാരെക്കാൾ കൂടുതൽ മുൻഗണന നൽകുന്നതിലെ അനീതിയെ വളരെ പരിഹാസ്യാത്മകമായി, ഐറോണിക്കലായി, സർക്കാസ്റ്റിക്കലായി ചിത്രീകരിക്കുകയാണ് ഈ കഥയിലൂടെ. നമുക്കാദ്യം സ്റ്റോറി റൈറ്ററെ ഒന്ന് പരിചയപ്പെടാം. About the author. Fatou Diome, born in 1968, is a French Senegalese writer. 1968 ജനിച്ച ഫാത്യു ദിയോം ഫ്രഞ്ച് ആൻഡ് സെനഗലീസ് ഇരട്ട പൗരത്വമുള്ള ഒരു എഴുത്തുകാരിയാണ്. ഷി വാസ് ബോൺ ഇൻ നിയോഡിയോർ, സെനഗൽ. സെനഗലിൽ നിയോഡിയോർ പ്രദേശത്താണ് അവർ ജനിച്ചത്. ദിയോം പബ്ലിഷ്ഡ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, ലാ പ്രിഫറൻസ് നാഷണൽ, ഇൻ 2001. ലാ പ്രിഫറൻസ് നാഷണൽ എന്ന ടൈറ്റിലിൽ 2001 അവർ അവരുടെ ചെറുകഥാ സമാഹാരം പബ്ലിഷ് ചെയ്തു. Her first novel, The Belly of the Atlantic, became a bestseller in France and abroad. അവരുടെ ആദ്യ നോവലായ ദ ബെല്ലി ഓഫ് ദി അറ്റ്ലാന്റിക് ഫ്രാൻസിലും വിദേശ രാജ്യങ്ങളിലും അവരുടെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട കൃതിയായി മാറി. സെൽഫ് ഡിറ്റർമിനേഷൻ, എക്സൈൽ ആൻഡ് ഓസ്ട്രസിസം ആർ ഹെർ മെയിൻ തീംസ്. സെൽഫ് ഡിറ്റർമിനേഷൻ, പരാശ്രയമില്ലാതെ സ്വയം തീരുമാനമെടുക്കൽ. എക്സൈൽ, ജന്മനാട്ടിൽ നിന്നോ ജന്മദേശത്തു നിന്നോ നാടുകടത്തൽ. ഓസ്ട്രസിസം, സാമൂഹ്യ ഭ്രഷ്ട് തുടങ്ങിയ വിഷയങ്ങളാണ് അവരുടെ രചനകളിലെ പ്രധാന ആശയം. ഹെർ സ്റ്റൈൽ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റിതംസ് ഓഫ് ഓറൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ. ആഫ്രിക്കൻ നാടോടി വാമൊഴി സാഹിത്യത്തിന്റെ താളഭംഗിയാണ് അവരുടെ രചനാശൈലിയുടെ സ്വാധീനം. ഡിയോം ലെക്ചേഴ്സ് അറ്റ് മാർക്ക് ബ്ലോക്ക് യൂണിവേഴ്സിറ്റി, സ്ട്രാസ്ബർഗ്, and at the Institute of Pedagogy of Karlsruhe, Germany. ഫ്രാൻസിൽ സ്ട്രാസ്ബർഗിലെ മാർക്ക് ബ്ലോക്ക് യൂണിവേഴ്സിറ്റിയിലും ജർമ്മനിയിലെ കാൾസ്റൂഹിലെ പെഡഗോഗി ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവർ അധ്യാപികയായി സേവനം ചെയ്യുന്നു. ഷീ പ്രസൻസ് കൾച്ചറൽ ആൻഡ് ലിറ്റററി ടെലിവിഷൻ പ്രോഗ്രാംസ് ഓൺ ഫ്രഞ്ച് ടെലിവിഷൻ. ഇതിനിടയ്ക്ക് ഫ്രഞ്ച് ടിവിയിൽ അവർ സാംസ്കാരിക സാഹിത്യ പ്രോഗ്രാമുകളും അവതരിപ്പിക്കുന്നു. ഷീ ലിവ്സ് ഇൻ സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. അവർ ഇപ്പോഴും ഫ്രാൻസിൽ സ്ട്രാസ്ബർഗിൽ തൻ്റെ സാംസ്കാരിക സാഹിത്യ ജീവിതം തുടരുന്നു. Now let's read and enjoy. Have you ever shaped your words, your mannerisms, your very self to fit into a place that sees you as different? നിങ്ങളെ അന്യരായി, കൂട്ടത്തിൽ പെടാത്തവരായി കാണുന്ന ഒരിടത്തേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വാക്കുകളോ പെരുമാറ്റ രീതികളോ നിങ്ങളുടെ വ്യക്തിത്വമോ അഡ്ജസ്റ്റ് ചെയ്ത് രൂപപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടോ? What does it mean to belong when the world around you constantly reminds you that you don't? നിങ്ങൾ നമ്മിൽ ഉൾപ്പെടുന്നവരല്ല എന്ന് നമ്മുടെ ചുറ്റുമുള്ള ലോകം തുടർച്ചയായി നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിലോങ്, ഉൾപ്പെടുക എന്നർത്ഥം വരുന്ന ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? Let's read a story by Fatou Diome that lays bare the struggles of identity in the context of migration. ഒരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ, മാറി താമസിക്കുമ്പോൾ നേരിട്ടേക്കാവുന്ന ഐഡന്റിറ്റി ക്രൈസിസ്, വ്യക്തിത്വ പ്രതിസന്ധിയെ വ്യക്തമായി തുറന്നു കാണിക്കുന്ന ഫാത്യു ദിയോമിൻ്റെ ഒരു കഥ നമുക്കിവിടെ വായിക്കാം. പ്രിഫറൻസ് നാഷണൽ, നാഷണൽ പ്രിഫറൻസ് അഥവാ ദേശീയതയുടെ മുൻഗണന. എന്താണ് ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ അർത്ഥമാക്കുന്നത്? നാഷണൽ പ്രിഫറൻസ്, എ പൊളിറ്റിക്കലി ലോഡഡ് ഫ്രേസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് certain benefits such as the right to employment and social security should be restricted to nationals only. ഒരു രാജ്യത്തെ ചില പ്രത്യേക ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് തൊഴിൽ ചെയ്യാനുള്ള അവകാശം, സാമൂഹികമായ സുരക്ഷ തുടങ്ങിയ ചില ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ആ രാജ്യത്തെ നാഷണൽസ് ആയിട്ടുള്ള ദേശീയരായ പൗരന്മാർക്ക് മാത്രം റെസ്ട്രിക്റ്റഡ്, അവർക്ക് മാത്രം പരിമിതപ്പെടുത്തി നൽകേണ്ടതാണെന്ന ഒരാശയം പേറുന്ന ഫ്രേസാണ്
പ്രിഫറൻസ് നാഷണൽ അഥവാ നാഷണൽ പ്രിഫറൻസ് എന്നർത്ഥം വരുന്ന ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി. നാഷണൽ പ്രിഫറൻസ് എന്ന ആശയത്തെ വളരെ ശക്തമായ രൂക്ഷമായ ഭാഷയിൽ പരിഹാസ്യാത്മകമായി വിമർശിക്കുകയാണ് ഈ സ്റ്റോറിയിലൂടെ എന്ന് നാം മനസ്സിലാക്കി. വിദ്യാർത്ഥികൾക്ക് ഈ സ്റ്റോറി എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതിലെ ഓരോ സെൻറ്റൻസും ലളിതമായ സെൻറ്റൻസുകളായി പാരഫ്രൈസിംഗ് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഈ പാരഫ്രൈസ് വായിച്ച് ഈ സ്റ്റോറി ശരിയാമിതം മനസ്സിലാക്കാനും ശ്രമിക്കുക. നമുക്ക് സ്റ്റോറി വായിക്കാം. The law changed very quietly thanks to Mr. Borders. മിസ്റ്റർ ബോർഡേഴ്സ് എന്നുള്ളത് ഒരു ഐറോണിക്കലായ പേഴ്സോണിഫൈഡ് ഫ്രേസ് ആണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് an ironical and personified expression to mean strict border and immigration rules. ഒരു രാജ്യത്തിൻ്റെ അതിർത്തി നിയമങ്ങൾ, വളരെ ശക്തമായ അതിർത്തി നിയമങ്ങൾ അഥവാ ഇമിഗ്രേഷൻ നിയമങ്ങൾ, ഇതാണ് മിസ്റ്റർ ബോർഡേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The law was changed quietly due to strict border rules. ശക്തമായ അതിർത്തി നിയമങ്ങൾ കാരണം രാഷ്ട്രത്തിനകത്തുള്ള നിയമങ്ങളും ശാന്തമായി, വളരെ രഹസ്യമായി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. If you are married to a French citizen, it will now take 2 years for you to claim the benefits of citizenship. Married foreigners have to wait 2 years to get French citizenship rights. നിങ്ങളൊരു ഫ്രഞ്ച് സിറ്റിസനെ വിവാഹം ചെയ്താൽ നിങ്ങൾക്ക് 2 വർഷക്കാലം എടുക്കും ഇപ്പോൾ ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് ലഭിക്കാൻ. നേരത്തെ ഇത് വളരെ എളുപ്പത്തിൽ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ നിയമം ശക്തമാക്കിയത് കാരണം ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് ലഭിക്കണമെങ്കിൽ 2 വർഷക്കാലം കാത്തിരിക്കണം, ഒരു ഫ്രഞ്ചുകാരന് വിവാഹം ചെയ്തു വരുന്ന സ്ത്രീക്ക് പോലും. ഇവിടെ ഒരു കാര്യം കൂടെ വിദ്യാർത്ഥികൾ അറിയണം. നമ്മുടെ റൈറ്റർ ഫാറ്റു ഡിയോം ഒരു ഫ്രഞ്ചുകാരനെ വിവാഹം കഴിക്കുകയും 2 വർഷത്തിനകം തന്നെ ആ വിവാഹബന്ധം വേർപെടുകയും ചെയ്ത അവരുടെ ഫ്രഞ്ച് കാല ജീവിതത്തിൽ അവർ അനുഭവിച്ച അവകാശ നിഷേധങ്ങൾ, അവഗണനകൾ, ഇതൊക്കെയാണ് ഈ സ്റ്റോറിയുടെ പശ്ചാത്തലം. By this delay, Mr. Border is relying on the nature of his countrymen to break up the relationship. ഇത്തരം ഒരു കാലതാമസം വരുത്തുന്നതിലൂടെ മിസ്റ്റർ ബോർഡറിന് ഒരു ഉദ്ദേശമുണ്ട്. ഫ്രഞ്ച് പൗരന്മാർ മറ്റ് രാജ്യക്കാരെ വിവാഹം ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ആ ഗൂഢലക്ഷ്യം. The delay is meant to pressure couples to separate. ഇങ്ങനെ സിറ്റിസൺഷിപ്പ് നൽകുന്നത് താമസിപ്പിച്ചുകൊണ്ട് to pressure couples to separate, അങ്ങനെ വിവാഹം കഴിച്ചു വരുന്ന ദമ്പതികളെ സമ്മർദ്ദത്തിലാക്കുക, അവസാനം to separate, ആ വിവാഹബന്ധം വേർപെടുത്തുക, ഇതാണ് ഇത്തരമൊരു സ്ട്രിക്റ്റ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then, as the ex-wife of a French man, the foreign woman becomes no more than an ex-object. ഇത്തരത്തിൽ ഫ്രഞ്ച് പൗരത്വമുള്ള ഒരു പുരുഷന് വിവാഹം കഴിക്കുകയും പിന്നീട് ബ്രേക്കപ്പ്, ഡിവോഴ്സിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ആ ഫോറിൻ വുമൺ, ആ വിദേശിയായ സ്ത്രീ ഒരു എക്സ് ഒബ്ജക്റ്റ്, ഉപയോഗശൂന്യമായ ഒരു പാഴ്വസ്തു പോലെയായി മാറും. ആഫ്റ്റർ ഡൈവോഴ്സ്, a foreign wife is treated like a useless object. And as with any object, she has no rights, not even the right to earn an honest living. She has no rights. അത്തരത്തിൽ ഉപയോഗശൂന്യമായ ഒരു പാഴ്വസ്തു പോലെയാകപ്പെടുന്ന ആ ഡിവോഴ്സ്ഡ് വുമൺ, അവർക്ക് ഒരു അവകാശവും ഉണ്ടായിരിക്കില്ല. നോട്ട് ഈവൻ ദ റൈറ്റ് ടു വർക്ക്. ഫ്രാൻസിൽ ജോലി ചെയ്യാനുള്ള അവകാശം പോലും ലഭിക്കില്ല. They won't give me citizenship. But my Senegalese cat has his papers. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ റൈറ്റർ ഫാറ്റു ഡിയോം അവർ ഒരു ഫ്രഞ്ച് പൗരനെ വിവാഹം കഴിക്കുകയും 2 വർഷത്തിനകം ആ ബന്ധം തകരുകയും ചെയ്തു. പിന്നീട് ഫ്രാൻസിൽ ജീവിതം തുടർന്ന അവർക്ക് ഫ്രാൻസിൽ അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങൾ, അവഗണനകൾ, ഇതൊക്കെ ഈ സ്റ്റോറിയുടെ പശ്ചാത്തലമാണ്. അതുകൊണ്ടാണ് റൈറ്റർ പറയുന്നത്, they won't give me citizenship. അവർ എനിക്ക് പൗരത്വം നൽകില്ല. ബട്ട് മൈ സെനഗലീസ് കാറ്റ് ഹാസ് ഹിസ് പേപ്പേഴ്സ്. എന്നാൽ സെനഗലിൽ ജനിച്ചു വളർന്ന എൻ്റെ വളർത്തുപൂച്ചയ്ക്ക് ആവശ്യമായ രേഖകൾ, ഔദ്യോഗികമായ പേപ്പറുകളൊക്കെ ലഭിച്ചിട്ടുമുണ്ട്. ഐ കാൺട്ട് ഗെറ്റ് സിറ്റിസൺഷിപ്പ് ബട്ട് ഈവൻ മൈ കാറ്റ് ഹാസ് ഒഫീഷ്യൽ പേപ്പേഴ്സ്. അതിനുള്ള കാരണം അവർ പരിഹാസ്യ രൂപത്തിൽ പറയുന്നു. Perhaps it is because he is ginger. Perhaps they like him because he is red-colored.
അതിനുള്ള കാരണം ഒരുപക്ഷെ എൻ്റെ ക്യാറ്റിൻ്റെ നിറം അത് റെഡ് കളേർഡാണ്, അതല്ലെങ്കിൽ ഓറഞ്ച് ബ്രൗൺ കളേർഡാണ്. ഞാനാണെങ്കിൽ ഒരു സെനഗൽ സ്ത്രീയാണ്, ഞാൻ ബ്ലാക്ക് കളേർഡാണ്. എൻ്റെ വർഗത്തെ, എൻ്റെ വർണ്ണത്തെ അവഗണിച്ചുകൊണ്ടാണ് എനിക്ക് സിറ്റിസൺഷിപ്പ് നൽകാത്തത്. എന്നാൽ വെളുത്ത നിറത്തിലുള്ള, ചുവന്ന നിറത്തിലുള്ള, കാണാൻ ഭംഗിയുള്ള എൻ്റെ പൂച്ചയ്ക്ക് പോലും ഔദ്യോഗികമായ പേപ്പേഴ്സ് അവർ നൽകിയിട്ടുണ്ട്. Laws only gather pace when ordinary people start applying them. Laws only become effective when ordinary people start applying them in real life. ഒരു രാജ്യത്തെ നിയമങ്ങൾ അത് ശക്തി പ്രാപിക്കുന്നത് ആ രാജ്യത്തെ സാധാരണ ഓർഡിനറി ജനങ്ങൾ അത് അവരുടെ നിത്യജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോഴാണ്. ജനങ്ങൾ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു രാജ്യത്തെ നിയമം തന്നെ ശക്തി പ്രാപിക്കുന്നതും അത് നിലനിൽക്കുന്നതും. ഉദാഹരണത്തിന്, termites can cause the collapse of African mahogany tree. Just like small termites can destroy huge trees. ചെറിയ ചിതലുകൾക്ക് ആഫ്രിക്കൻ വൻമരങ്ങളെ, മഹാഗണി പോലെയുള്ള ആഫ്രിക്കൻ മരങ്ങളെപ്പോലും കൊലാപ്സ്, ഡെസ്ട്രോയ്, തകർക്കാൻ കഴിയും. And the size of an anthill depends on the number of worker ants. Or many ants can build a huge anthill. ഒരുപാട് ഉറുമ്പുകൾ അല്ലെങ്കിൽ ചിതലുകൾ ചേർന്നുകൊണ്ടാണ് വലിയ ഒരു ആൻഡ് ഹിൽ, ചിതൽപുറ്റ്, ഉറുമ്പുകൂട് തയ്യാറാക്കുന്നത്. ഒരു ഉറുമ്പുകൂടിൻ്റെ വലുപ്പം അത് നിർണ്ണയിക്കുന്നത് എത്ര വർക്കർ ആൻഡ്സ് അതിനുവേണ്ടി പണിയെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതായത് രാജ്യത്തിലെ വളരെ നിസാരക്കാരായിട്ടുള്ള താഴെക്കിടയിലുള്ള പൗരന്മാർ അവർ ആ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സഹകരിക്കുമ്പോൾ, അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഏതൊരു നിയമവും ശക്തി പ്രാപിക്കുന്നത്. It is thus the small employers who make the policy of preference nationale effective. Similarly, small business owners are the ones who really enforce the rule of national preference. ഫ്രാൻസിലെ അതല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിലെയും ചെറുകിട മുതലാളിമാർ, ചെറിയ സംരംഭകർ, അവർ നാഷണൽ പ്രിഫറൻസ്, ആ രാജ്യത്തെ പൗരന്മാർക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ള ആ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു നിയമം തന്നെ പ്രിഫറൻസ് നാഷണൽ, നാഷണൽ പ്രിഫറൻസ് എന്നുള്ള ആ നിയമം ശക്തി പ്രാപിക്കുന്നതും ആ രാജ്യത്ത് നിലനിൽക്കുന്നതും. I was looking for a job in one of the free papers and came across this ad. ഞാൻ ഒരു തൊഴിലിനു വേണ്ടി ഫ്രീ ആയിട്ട് ലഭിക്കുന്ന പത്രങ്ങളിലൊക്കെ തൊഴിൽ പരസ്യങ്ങൾ നോക്കുകയായിരുന്നു. I searched for job vacancy ads in a free newspaper and saw this advertisement. അങ്ങനെ ഞാനൊരു പരസ്യം കണ്ടു. കണ്ട പരസ്യം ഇതായിരുന്നു: Large bakery in the city center looking for sales girl. A bakery in the city center wants a sales girl. പട്ടണത്തിലെ ഒരു വലിയ ബേക്കറിയിൽ ഒരു സെയിൽസ് ഗേളിനെ ആവശ്യമുണ്ട്. ഡയലക്റ്റ് ഡിസയറബിൾ. പ്രാദേശിക ഭാഷാ പരിജ്ഞാനം അഭികാമ്യമാണ്. ഡയലക്റ്റ്, ആ ഒരു പ്രദേശത്ത് സംസാരിക്കുന്ന അവരുടെ സംസാര ഭാഷ അറിഞ്ഞിരിക്കണം. അത് ഡിസയറബിൾ ആണ്, അഭികാമ്യമാണ്. പ്ലീസ് കം ടു ദ ഷോപ്പ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നേരിട്ട് ഷോപ്പിലേക്ക് വരിക എന്നതായിരുന്നു പരസ്യം. എ ബിഗ് ബേക്കറി ഇൻ ദ സിറ്റി സെന്റർ വാണ്ട്സ് എ സെയിൽസ് ഗേൾ. നോയിങ് എ ലോക്കൽ ഡയലക്റ്റ് ഈസ് എ പ്ലസ്. ആ ഒരു പ്രാദേശിക ഭാഷ അറിയുന്നത് ഒരു പ്ലസ് യോഗ്യതയായിരിക്കും. പ്ലീസ് കം ടു ദ ഷോപ്പ് ഇൻ പേഴ്സൺ. നേരിട്ട് ഷോപ്പിലെത്തുക എന്നതായിരുന്നു പരസ്യം. I wrote down the address and told a French friend about it on the phone that evening. I noted the baker's address and called a French friend that evening to tell her. ഞാൻ ആ പത്രത്തിൽ നിന്നും ആ ബേക്കർ ഉടമയുടെ അഡ്രസ് എല്ലാം എഴുതിയെടുത്ത് അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഒരു ഫ്രഞ്ച് ഫ്രണ്ടിനെ വിവരമറിയിച്ചു. ഫോണിലൂടെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ ആ ഫ്രഞ്ച് ഫ്രണ്ട് ചോദിച്ചു, "Are you nuts?" She protested. "Are you crazy?" She exclaimed. ആശ്ചര്യത്തോടുകൂടി, അല്പം എതിർപ്പോടുകൂടി, "താൻ ക്രേസിയാണോ? നിനക്കെന്താ ഭ്രാന്താണോ?" എന്നവൾ എന്നോട് ചോദിച്ചു. "You could do better than that. I have the same qualifications as you and I am finishing my teacher training." നിനക്ക് ഇതിനേക്കാൾ നല്ല ജോലി ലഭിക്കും. നിന്റെ അതേ ക്വാളിഫിക്കേഷനാണ് എനിക്കുമുള്ളത്. ഞാനിപ്പോൾ ടീച്ചർ ട്രെയിനിങ് പൂർത്തീകരിക്കാൻ പോവുകയാണ്. She told me that
ഐ കുഡ് ഡു ഫൈൻഡ് എ ബെറ്റർ ജോബ്. എനിക്ക് ഈ ബേക്കറി ജോലിയേക്കാളും നല്ലൊരു ജോലി കണ്ടെത്താൻ കഴിയും. ഷീ ഹാഡ് ദ സെയിം ക്വാളിഫിക്കേഷൻസ് ആസ് ദാറ്റ് ഓഫ് മൈൻ. എൻ്റെ അതേ ക്വാളിഫിക്കേഷനാണ് ആ ഫ്രഞ്ച് ഫ്രണ്ടിനുമുള്ളത്. മാത്രമല്ല, ആൻഡ് ഷി വാസ് ഫിനിഷിംഗ് ഹെർ ടീച്ചർ ട്രെയിനിങ്. അവർ ഒരു ടീച്ചറാകാനുള്ള ട്രെയിനിങ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതേ ക്വാളിഫിക്കേഷനുള്ള ഞാൻ ഒരു ബേക്കറിയിലെ സെയിൽസ് ഗേൾ എന്നുള്ള ജോലി തേടാൻ പോകുന്നത്. ഇത് കേട്ട് അവൾക്ക് പോലും ആശ്ചര്യം തോന്നി. എന്നിട്ട് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, യു വിൽ ബി ബോർഡ് സെല്ലിംഗ് ബ്രെഡ് ആൻഡ് പാസ്ട്രീസ് ഓൾ ഡേ. ഷീ വാണ്ട് മീ ദാറ്റ് സെല്ലിംഗ് ബ്രെഡ് ആൻഡ് ബേക്കറി ഐറ്റംസ് ഓൾ ഡേ വുഡ് ബി ബോറിംഗ്. ബ്രെഡും മറ്റു ബേക്കറി ഉൽപ്പന്നങ്ങളും പകൽ മുഴുവനും ദിവസം മുഴുവനും അത് കച്ചവടം ചെയ്യുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള വിരസമായ ഒരു തൊഴിലായിരിക്കുമെന്ന് എനിക്ക് മുന്നറിയിപ്പ് നൽകി. ഐ വുഡ് ബി ഹാപ്പി ടു ഡു സംതിങ് എൽസ്, ഐ റിപ്ലൈഡ്. മറ്റെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്, ഞാൻ അവളോട് മറുപടി പറഞ്ഞു. ഐ ആൻസേർഡ് ദാറ്റ് ഐ വുഡ് ഗ്ലാഡ്ലി ഡു എ ഡിഫറെൻറ്റ് ജോബ് ഇഫ് പോസിബിൾ. മറ്റെന്തെങ്കിലും ഒരു ജോലി സാധ്യമാവുകയാണെങ്കിൽ, ലഭിക്കുകയാണെങ്കിൽ അത് ചെയ്യാനാണ് എനിക്കും താല്പര്യം എന്ന് ഞാൻ അവരോട്, എൻ്റെ ആ സുഹൃത്തിനോട് പറയുകയും ചെയ്തു. മൈ ക്വാളിഫിക്കേഷൻ മേ ബി ഫ്രഞ്ച് സ്വീറ്റി, ബട്ട് മൈ ബ്രെയിൻ ഈസ് ഇൻ റിക്കഗ്നൈസ്ഡ് ആസ് സച്ച് ആൻഡ് സോ ഈസ് നോട്ട് അലൗഡ് ടു ഫങ്ഷൻ. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ദോ മൈ ഡിഗ്രി ആൻഡ് ക്വാളിഫിക്കേഷൻസ് ആർ ഇൻ ഫ്രഞ്ച്. ഞാൻ സെനഗൽ സിറ്റിസനാണ്, എന്നിരുന്നാലും എൻ്റെ ഡിഗ്രിയും എൻ്റെ ക്വാളിഫിക്കേഷനും എല്ലാം തന്നെ ഫ്രഞ്ച് ഭാഷയിലാണ്. എന്നാലും പീപ്പിൾ വോണ്ട് ആക്സെപ്റ്റ് മൈ സ്കിൽസ്. എൻ്റെ ഈ കഴിവുകൾ ഈ ഫ്രാൻസിൽ ജനങ്ങൾ, ഇവിടുത്തെ കച്ചവടക്കാർ, സ്ഥാപന ഉടമകൾ അവർ അംഗീകരിക്കില്ല. ആൻഡ് അലോ മീ ടു വർക്ക്. അവരെന്നെ ജോലി ചെയ്യാനും അത്തരത്തിൽ ഫ്രഞ്ച് ഭാഷ ഉപയോഗിക്കുന്ന ഒരു ക്വാളിഫൈഡായ ഒരു നല്ലൊരു ജോലി എനിക്കവർ തരില്ല. അതിന് അവരെന്നെ അനുവദിക്കില്ല. കാരണം ഞാൻ ഫ്രഞ്ച് സിറ്റിസൺ അല്ലല്ലോ, ഇവിടെ നാഷണൽ പ്രിഫറൻസ് ആണ് കൊടുക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ആ ഫ്രഞ്ച് സുഹൃത്തിനോട് ഞാൻ സംസാരിച്ചത്. ഏതായാലും, ആൻഡ് ഇൻ ദ മീൻ ടൈം ഐ ഹാവ് ടു ഈറ്റ്. മീൻ വൈൽ ഐ വാണ്ട് ടു ലിവ്. എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ എനിക്ക് ജീവിക്കണ്ടേ. അറ്റ് ലീസ്റ്റ് സെല്ലിംഗ് ബ്രെഡ് ഐ വോണ്ട് സ്റ്റാർവ്. അറ്റ് ലീസ്റ്റ് ബൈ സെല്ലിംഗ് ബ്രെഡ് ഐ ക്യാൻ ഏൺ ഇനഫ് ടു ഈറ്റ്. എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് വരുമാനമെങ്കിലും ഈ ബ്രെഡ് വിറ്റുകൊണ്ട്, ബേക്കറിയിലെ ജോലി കൊണ്ട് എനിക്ക് ലഭിക്കും എന്നും ഞാൻ പറഞ്ഞു. നട്ട് എന്ന പദം ആർ യു നട്ട്സ് എന്ന് ചോദിച്ചതിൽ നട്ട് ക്രേസി പേഴ്സൺ എന്നൊരു അർത്ഥം കൂടെയുണ്ട്. ബട്ട് ദിസ് ഇസ് റിഡിക്കുലസ്, ഷീ സെഡ്. ഐ എം ഷുവർ യു ക്യാൻ ഫൈൻഡ് സംതിങ് എൽസ്. ഷീ സെഡ്, മൈ ഫ്രഞ്ച് ഫ്രണ്ട് സെഡ്, ദിസ് ഇസ് ഫൂളിഷ്. നീ ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്. ഐ എം ഷുവർ യു ക്യാൻ ഗെറ്റ് എ ബെറ്റർ ജോബ്. നിനക്ക് ഇതിനേക്കാളും നല്ലൊരു ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്, എൻ്റെ ഫ്രഞ്ച് സുഹൃത്ത് പറഞ്ഞു. ഐ ഹാഡ് ഹേർഡ് സച്ച് കോമൻസ് 100 times. ഐ ഹാഡ് ഹേർഡ് പീപ്പിൾ സേ തിങ്സ് ലൈക്ക് ദിസ് മെനി ടൈംസ് ബിഫോർ. എന്നാൽ ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ പലരും പലവട്ടം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൈ ഫ്രഞ്ച് ഫ്രണ്ട്സ് ഹാഡ് നോ അവെയർനെസ് ഓഫ് വാട്ട് ലൈഫ് ഹിയർ വാസ് ലൈക്ക് ഫോർ മീ. മൈ ഫ്രഞ്ച് ഫ്രണ്ട്സ് ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫിക്കൽട്ടീസ് ഐ ഫേസ്ഡ് ലിവിങ് ഹിയർ. എൻ്റെ ഫ്രഞ്ച് സുഹൃത്തുക്കൾക്കറിയില്ലല്ലോ എന്നെപ്പോലെയുള്ളൊരു വ്യക്തി ഫ്രാൻസിൽ ജീവിക്കുന്നത് ഏത് തരത്തിലാണ്, എന്ത് പ്രയാസമാണ് ഇവിടെ ജീവിതത്തിന് ഞാൻ നേരിടുന്നത് എന്നൊന്നും അവർക്കറിയില്ലല്ലോ. അവർ വെറുതെ ഇങ്ങനെ ഇതിനേക്കാൾ നല്ല ജോലി കിട്ടും എന്നൊക്കെ നിരർത്ഥകമായി പറയുന്നത് അല്ലാതെ അതിലൊന്നും കാര്യമില്ല എന്ന് എനിക്ക് ബോധ്യമായി. ഏതായാലും ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വെന്റ് ടു ദ ബേക്കറി. പിറ്റേന്ന് പ്രഭാതത്തിൽ ഞാൻ ആ ബേക്കറിയിലേക്ക് പോയി. Apart from the chocolate cakes, everything was white. Everything in the bakery was white except the chocolate cakes. അവിടെ ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും വൈറ്റ് നിറത്തിലായിരുന്നു, വൈറ്റ് കളേർഡ്, എക്സെപ്റ്റ് ദ ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് കേക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം വെള്ള നിറത്തിലായിരുന്നു. അല്പം പരിഹാസ്യമാണ്, ഐറോണിക്കലാണ് ഈ സെൻറ്റൻസ് എന്നും ശ്രദ്ധിക്കുക. The boss welcomed me with a German mustache, an Alsace accent, and a hat in the colors of the French flag. The boss had a German-style mustache, spoke with an Alsace accent, and he wore a hat in the French flag's colors. ആ ബേക്കറിയുടെ ഉടമയ്ക്ക്, അവിടുത്തെ ബോസിന് ഒരു ജർമ്മൻ സ്റ്റൈലിലുള്ള മസ്റ്റാഷ്, മീശയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്നോട് അൾസേസ് ഭാഷയിൽ ആ പ്രദേശത്തെ ഒരു സംസാര ശൈലിയിലാണ് സംസാരിച്ചത്. മാത്രമല്ല അദ്ദേഹം ഫ്രഞ്ച് ഫ്ലാഗിൻ്റെ വർണ്ണങ്ങളുള്ള ഒരു തൊപ്പിയായിരുന്നു ധരിച്ചിരുന്നത്.
അൾസേസ് എന്നുള്ളത്, അൾസേസ് ഈസ് എ റീജിയൻ ഇൻ നോർത്ത് ഈസ്റ്റേൺ ഫ്രാൻസ് ബോർഡറിങ് ജർമ്മനി. ജർമ്മനിയോട് അതിർത്തി പങ്കിടുന്ന ഫ്രാൻസിൻ്റെ നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്തുള്ളൊരു പ്രദേശമാണ് അൾസേസ്. അതുകൊണ്ട് തന്നെ ജർമ്മൻ ശൈലിയും ജർമ്മൻ ഭാഷയുടെ ഒരു രീതിയുമൊക്കെ ആ ബോസിൻ്റെ സംസാര ശൈലിയിലും അദ്ദേഹത്തിൻ്റെ വേഷത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. From the way he stared at me, I knew I hadn't made it through the qualifying round. From his look, I realized I hadn't passed the first selection stage. ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. ദിസ് മാൻ ഡിഡ്ന്റ് ലൈക്ക് ചോക്ലേറ്റ് ഇൻ ദ ഫ്ലഷ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വളരെ ഐറോണിക്കലായിട്ടാണ് ഈ സെൻറ്റൻസ് പറയുന്നത്, ശ്രദ്ധിക്കുക. ദിസ് മാൻ ഡിഡ്ന്റ് ലൈക്ക് പീപ്പിൾ വിത്ത് ഡാർക്ക് സ്കിൻ. ഈ മനുഷ്യന് ദിസ് മാൻ ഡിഡ്ന്റ് ലൈക്ക് ചോക്ലേറ്റ് ഇൻ ദ ഫ്ലഷ്, മാംസത്തിലുള്ള ചോക്ലേറ്റ് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ, ഈ ബേക്കറിയിൽ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഉണ്ട്, അതിൽ ചോക്ലേറ്റ് ഐറ്റംസ് ഉണ്ട്, എന്നാൽ മാംസത്തിലെ ചോക്ലേറ്റ് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറയുന്നത് വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഐറോണിക്കലായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ദിസ് മാൻ ഡിഡ്ന്റ് ലൈക്ക് പീപ്പിൾ വിത്ത് ഡാർക്ക് സ്കിൻ. ചോക്ലേറ്റ് നിറമുള്ള മനുഷ്യരെ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ തഴഞ്ഞത്, എനിക്ക് ആ ജോലി തരാൻ തയ്യാറാകാത്തത് എന്നർത്ഥം. ഏതായാലും I forced myself to smile and said, "Hello sir, I have come for the job you advertised." I smiled politely and said to him, "Hello sir, I am here for the job you put out." നിങ്ങൾ പരസ്യപ്പെടുത്തിയ ആ ജോലിക്ക് വേണ്ടി വന്നതാണെന്ന് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. He shook his head and said, "Oh, speak a little Alsatian, do you?" He shook his head to show doubt and asked if I knew the Alsatian dialect. അദ്ദേഹം തലയിളക്കിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സംശയം പ്രകടിപ്പിക്കുന്ന രീതിയിൽ തലയിളക്കിക്കൊണ്ട് എന്നോട് ചോദിച്ചു, എനിക്ക് അൽസേഷ്യൻ ലാംഗ്വേജ് അറിയുമോ എന്ന്. അൽസേസ് പ്രദേശത്തിൻ്റെ ഒരു ആഡ്ജക്റ്റീവാണ് അൽസേഷ്യൻ. ആ ഭാഷ, ആ ശൈലി അറിയുമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. It is true that the ad had said dialect desirable. ശരിയാണ്, പരസ്യത്തിൽ പറഞ്ഞിരുന്നു ഡയലക്റ്റ്, പ്രാദേശിക ഭാഷ അറിയണമെന്ന്, അത് അഭികാമ്യമാണെന്ന് പറഞ്ഞിരുന്നു. But I had come with mine rather than his. പക്ഷേ ഞാൻ എൻ്റെ ഭാഷയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാഷയുമായിട്ടല്ല എന്ന് ഞാൻ മനസ്സിലോർത്തു. Now he was asking me to connect with his client in Alsatian. The ad had mentioned knowing the dialect preferable, but I knew a different one. പരസ്യത്തിൽ അൽസേഷ്യൻ ഡയലക്റ്റ്, അതല്ലെങ്കിൽ പ്രാദേശിക ഭാഷ അറിയുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആ ഭാഷ അറിയില്ലല്ലോ, എനിക്ക് വ്യത്യസ്തമായ ഭാഷ, എൻ്റെ ഭാഷയെ അറിയുകയുള്ളൂ, അല്ലെങ്കിൽ ഫ്രഞ്ച് മാത്രമേ അറിയുള്ളൂ. നോട്ട് ഹിസ് ലോക്കൽ ഡയലക്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രാദേശിക ഭാഷ എനിക്കറിയില്ല. ഹി വാണ്ടഡ് മീ ടു സ്പീക്ക് ടു ഹിസ് കസ്റ്റമേഴ്സ് ഇൻ ദി അൽസേഷ്യൻ ലാംഗ്വേജ്. ആ അൽസേഷ്യൻ ഭാഷാ ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കാനും അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. സോ ഐ ഗേവ് ഹിം ദ റിപ്ലൈ ഹി വാസ് എക്സ്പെക്ടിങ് ആൻഡ് ഹോപ്പിംഗ് ഫോർ. അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി തന്നെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. No sir, I replied honestly. സത്യസന്ധമായി നോ സർ, ഇല്ല സർ, എന്നെക്കൊണ്ട് സാധ്യമല്ല, എനിക്ക് ആ ഭാഷ അറിയില്ല എന്നർത്ഥത്തിൽ ഞാൻ മറുപടിയും പറഞ്ഞു. Knowing that this was the answer he wanted to hear, so he could reject me. അദ്ദേഹം പ്രതീക്ഷിക്കുന്ന മറുപടിയും അതുതന്നെയാണ്. എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്നെ ഒഴിവാക്കുകയും ചെയ്യാം. ഏതായാലും അദ്ദേഹം എന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ചോക്ലേറ്റ് കളർ സ്കിന്നൊക്കെ കണ്ടുകൊണ്ട് എന്നെ ഇവിടെ ജോലിക്കെടുക്കാൻ പറ്റില്ല, ഞാൻ ഫ്രഞ്ച് നാഷണൽ അല്ല എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നോ മറുപടിയാണ് അദ്ദേഹം എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് തന്നെ ഞാൻ നൽകുകയും ചെയ്തു. ഐ കുഡ് സീ ദ റിഫ്യൂസൽ ഇൻ ഹിസ് മഡി കളേർഡ് ഐസ്. അദ്ദേഹത്തിന് ആ ജോലി തരാനാകില്ല, അദ്ദേഹത്തിൻ്റെ റിഫ്യൂസൽ, ആ നിരസിക്കൽ, അദ്ദേഹത്തിൻ്റെ ആ നിറം മങ്ങിയ കണ്ണുകളിൽ, മഡി കളേർഡ് ഐസ്, ആ കണ്ണുകളിൽ തന്നെ എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ഐ ന്യൂ ഫ്രം ഹിസ് ഐസ് ദാറ്റ് ഹി ഹാഡ് ഓൾറെഡി ഡിസൈഡഡ് ടു റിഫ്യൂസ് മീ. മഡി കളേർഡ് ഐസ് ഹിയർ മീൻസ് ഷോയിങ് ആൻ അൺഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. ഒട്ടും സൗഹൃദപരമല്ലാത്ത ഒരു മനോഭാവം ആ കണ്ണുകളിൽ, അത്തരമൊരു കണ്ണുകൾ, അതിലെനിക്ക് മനസ്സിലായിരുന്നു. ഹി വാണ്ടഡ് ടു റിഫ്യൂസ് ദ ജോബ് ടു മീ. ആ ജോലി എനിക്ക് തരാനാകില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചതുപോലെ. ആസ് ഇഫ് ടു ബോത്ത് ജസ്റ്റിഫൈ ദാറ്റ് റിഫ്യൂസൽ ആൻഡ് ഹ്യൂമിലേറ്റ് മീ. ആ ജോലിയുടെ
നിരസിക്കലും അതോടൊപ്പം തന്നെ ഹ്യൂമിലേറ്റ് മീ, എന്നെ ഒന്ന് അപമാനിക്കലും, ഇത് രണ്ടിനും വേണ്ടി അദ്ദേഹം എന്നോട് പറഞ്ഞു, വൈ ഡോണ്ട് യു ഗോ ആൻഡ് വർക്ക് ഇൻ യുവർ ഓൺ കൺട്രി? ടു ജസ്റ്റിഫൈ ഹിസ് ഡിസിഷൻ, അദ്ദേഹത്തിൻ്റെ നിരസിക്കുക എന്നുള്ള തീരുമാനത്തെ ന്യായീകരിക്കാനും ആൻഡ് ടു ഹ്യൂമിലേറ്റ് മീ, എന്നെ പരിഹസിക്കാനും വേണ്ടി ഹി ആസ്ക്ഡ്, അദ്ദേഹം എന്നോട് ചോദിച്ചു, വൈ ഐ ഡി നോട്ട് ഗോ ആൻഡ് വർക്ക് ഇൻ മൈ ഓൺ കൺട്രി, എന്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചുപോയി അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. Internally, I let loose. You ought to be asking me why I even want your stinking job. In my mind, I burst out angrily. എൻ്റെ മനസ്സിൽ ഞാൻ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ച് ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ മനസ്സിൽ ചോദിച്ചു, തിങ്കിങ് he should wonder why I would even want such a humiliating job. ഇത്തരത്തിൽ നാണം കെടുത്തുന്ന, എന്നെ അപമാനിക്കുന്ന ഈ ജോലി പോലും എനിക്ക് എന്തുകൊണ്ട് ആവശ്യമായി എന്ന് അദ്ദേഹം അറിയണം, ചിന്തിക്കണം എൻ്റെ മനസ്സിൽ തോന്നി. ഗുഡ് ബൈ സർ. ഇൻ മൈ തോട്ട്സ് ഐ സെഡ് ഗുഡ് ബൈ ടു ഹിം. ഞാൻ എൻ്റെ മനസ്സിൽ അയാളോട് ഗുഡ് ബൈ പറഞ്ഞു. എന്നിട്ടും എൻ്റെ ചിന്തകൾ ബാക്കിയായി. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഓർത്തു പറഞ്ഞു, യു ഹാവ് impoverished our African soil by making us grow sugar cane and peanuts for your people. I thought about how European countries, especially France, made Africans grow crops for them, leaving Africa poor. എങ്ങനെയൊക്കെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ് ഒക്കെ ഞങ്ങളുടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവർക്ക് ആവശ്യമായ ഷുഗർ കെയിനും പീനട്സും എല്ലാം കൃഷി ചെയ്യിച്ച് അവർ സമ്പന്നരായി ഞങ്ങളുടെ ആഫ്രിക്കൻ രാജ്യങ്ങളെ ഇംപോവറിഷ്ഡ്, ദാരിദ്ര്യത്തിലേക്കും പാവപ്പെട്ട അവസ്ഥയിലേക്കും തള്ളിവിട്ടത് എന്നൊക്കെ ഞാനങ്ങനെ ഓർത്തു. യു ഹാവ് പ്ലണ്ടേഡ് അവർ റിസോഴ്സസ് ടു എൻറിച്ച് യുവർ കൺട്രി അറ്റ് അവർ എക്സ്പെൻസ്. I accuse them of stealing Africa's wealth to make their own countries rich. ഞങ്ങളുടെ രാജ്യത്തെ സമ്പത്തെല്ലാം മോഷ്ടിച്ച്, പ്ലണ്ടേഡ്, സ്റ്റോൾ, അതെല്ലാം മോഷ്ടിച്ചെടുത്തുകൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സമ്പന്നമാക്കി എന്നും ഞാൻ മനസ്സിൽ അവരെ കുറ്റപ്പെടുത്തി. And to top of it all, you have used my people as a cannon fodder in your war. Worst of all, എല്ലാത്തിലും മോശമായ, എല്ലാത്തിലും ഉപരിയായ ഒരു കാര്യം, they used Africans as soldiers and sacrificed their lives in wars. ആഫ്രിക്കൻ ജനതയെ, ആഫ്രിക്കൻ പട്ടാളക്കാരെ അവർക്ക് ആവശ്യമായ യുദ്ധങ്ങളിൽ ഒക്കെ ഉപയോഗിച്ചു. അവരുടെ ജീവനും അവരുടെ അവകാശങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കാതെ കാനൻ ഫോഡർ, അവരുടെ പീരങ്കികൾക്ക് ഇരയാക്കി മാറ്റി അവർ യുദ്ധങ്ങളിൽ കൊന്നൊടുക്കി. A war in which you made them kill in the name of a freedom, you refused them in their own African soil. They were forced to fight for freedom. ഈ ആഫ്രിക്കൻ ജനതയെ നിങ്ങൾ നിർബന്ധിച്ചത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുക എന്ന പേരിലായിരുന്നു. എന്നാൽ that freedom they themselves were never given in Africa. ആഫ്രിക്കൻ മണ്ണിൽ അവർക്കൊരിക്കലും നിങ്ങൾ വാഗ്ദാനം ചെയ്ത സ്വാതന്ത്ര്യം നൽകിയതുമില്ല. അതിൻ്റെ പേരിൽ കാനൻ ഫോഡറായി, പീരങ്കികളുടെ ഇരയാക്കി ഒരുപാട് പാവപ്പെട്ട ആഫ്രിക്കൻസിനെ നിങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ട്. Still without work, 3 days later, I started looking through the free paper again. 3 days later, I was still unemployed, so I searched the free newspaper again. 3 ദിവസം കടന്നുപോയി, ഇപ്പോഴും തൊഴിലൊന്നും ലഭിച്ചില്ല. ഞാൻ വീണ്ടും ഫ്രീ ന്യൂസ് പേപ്പറുകളിൽ തൊഴിൽ പരസ്യങ്ങൾ തിരഞ്ഞു. A new ad caught my eye. Tutor required for French lessons. Degree essential. Call after 7 p.m. I noticed a new advertisement looking for a French tutor with a degree, and it said to call the advertiser after 7 p.m. ഒരു പരസ്യം ഞാൻ കണ്ടു. ഫ്രഞ്ച് പഠിപ്പിക്കാൻ ഒരു ട്യൂട്ടറെ ആവശ്യമുണ്ട്. ഡിഗ്രി അത്യാവശ്യമാണ്. താല്പര്യമുള്ളവർ 7 മണിക്ക് ശേഷം വിളിക്കുക എന്നൊരു പരസ്യം ഞാൻ കണ്ടു. I took down the number, but this time didn't mention it to my friend. I wrote down the telephone number, but I did not tell my friend about it. ഞാൻ ആ പരസ്യത്തിൽ നിന്നും ടെലിഫോൺ നമ്പർ കുറിച്ചെടുത്തു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അതിനെക്കുറിച്ചൊന്നും എൻ്റെ സുഹൃത്തിനോട്, നേരത്തെ മെൻഷൻ ചെയ്ത ഫ്രഞ്ച് സുഹൃത്തിനോട് ഞാനതൊന്നും പറഞ്ഞില്ല. She would have asked me how it had gone at the bakery and wouldn't have believed what I told her.
She would have asked about the bakery interview and would not have believed my experience. ഞാൻ വിളിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ബേക്കറി ഇൻ്റർവ്യൂവിനെ കുറിച്ച് അവർ ചോദിക്കുകയും എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ അവൾ വിശ്വസിക്കുമായിരുന്നില്ല. ഏതായാലും ഞാൻ ഈ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല. At 7:10 p.m. I rang the number. A woman answered. ഏതായാലും വൈകുന്നേരം 7:10 ആയപ്പോൾ ഞാൻ ആ നമ്പറിൽ വിളിച്ചു. ഒരു സ്ത്രീ മറുപടി പറഞ്ഞു. She told me she was a cashier at one of the big Strasbourg supermarket. She said she worked as a cashier in a large supermarket in Strasbourg. സ്ട്രാസ്ബർഗ് പ്രദേശത്ത് വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ കാഷ്യറായിട്ട് ജോലി ചെയ്യാണ് ആ സ്ത്രീ എന്നെന്നോട് പറഞ്ഞു. She was looking for someone to tutor her 11-year-old daughter. അവർക്കൊരു 11 വയസ്സായ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ ട്യൂട്ടർ ചെയ്യാൻ, അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ ഒരു ട്യൂട്ടറെ ആവശ്യമുണ്ടെന്നും അവർ എന്നോട് പറഞ്ഞു. She suggested meeting the following afternoon in a city center cafe. മാത്രമല്ല, പിറ്റേ ദിവസം ആഫ്റ്റർനൂണിൽ ഒരു കഫേയിൽ വെച്ച് നേരിട്ട് കണ്ടുമുട്ടാമെന്നും അവർ നിർദ്ദേശിച്ചു. ട്യൂട്ടർ എന്ന പദത്തിന് രണ്ടർത്ഥം. ട്യൂട്ടർ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ an instructor, a teacher എന്നൊക്കെ അർത്ഥം. ട്യൂട്ടർ എന്ന് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ to teach, പഠിപ്പിക്കുക. When I arrived at the cafe, it was packed, but Madam had told me she would be wearing a white jersey with blue stripes. The cafe was full of people, but she had described her clothes would be a white jersey with blue lines. ഞാൻ കഫേയിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. എന്നാൽ മാഡം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു അവരുടെ വേഷം ഒരു വൈറ്റ് ജേഴ്സിയും അതിൽ ബ്ലൂ സ്ട്രൈപ്സ്, ബ്ലൂ ലൈൻസ്, വെള്ള ജേഴ്സിയിൽ നീല വരകളുള്ള ഒരു വേഷമായിരിക്കും ധരിക്കുക എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. I spotted her immediately, so I could see and recognize her immediately. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് അവരെ കണ്ടെത്താനും തിരിച്ചറിയാനും സാധിച്ചു. I introduced myself and showed her a part of my brain that had been laying dormant in a folder, the famous degree. I introduced myself and showed her my degree certificate, which had not been useful for a long time. ഏതായാലും ഞാൻ എന്നെ പരിചയപ്പെടുത്തി അവർക്ക് എൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോൾഡറിൽ സൂക്ഷിച്ചിരുന്ന കുറേ കാലമായിട്ട് ഉപയോഗമൊന്നുമില്ലാതെ കടന്നിരുന്ന എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കാണിച്ചു കൊടുത്തു. Then the waiter approached in a friendly way and asked, "And for you, madam?" A polite waiter came and asked her what I would like to drink. കഫേയിലുണ്ടായിരുന്ന ഒരു വെയിറ്റർ എന്നെ സമീപിച്ചുകൊണ്ട് എനിക്ക് എന്താണ് കുടിക്കാൻ ആവശ്യം എന്നോട് ചോദിച്ചു. I ordered some kind of mocktail thinking, that is funny. When they want to sell something, national preference is nowhere to be seen. I ordered a non-alcoholic drink and thought it was ironic that discrimination disappears when someone wants to sell something and make money. ഏതായാലും ഞാനൊരു നോൺ ആൽക്കഹോളിക് ഒരു മോക്ടെയിൽ, കോക്ടെയിൽ എന്നതിൻ്റെ ഒരു വ്യാജരൂപം അഥവാ മോക്ടെയിൽ, അതിൽ ആൽക്കഹോളിക് അംശമൊന്നും ഉണ്ടായിരിക്കില്ല, അങ്ങനെയുള്ള ഒരു ഡ്രിങ്കാണ് ഞാൻ ഓർഡർ ചെയ്തത്. അത് കൊടുക്കുമ്പോൾ ഞാൻ രസകരമായി അല്പം ഐറോണിക്കായിട്ട് എൻ്റെ മനസ്സിലോർത്തു, എന്തെങ്കിലും ഒന്ന് വിറ്റ് പണമുണ്ടാക്കാനുള്ള ആവശ്യം വരുമ്പോൾ വിവേചനമൊന്നുമില്ല, ഡിസ്ക്രിമിനേഷൻ, നാഷണൽ പ്രിഫറൻസ് ഒന്നും ആരും പാലിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലോർക്കുകയും ചെയ്തു. ഏതായാലും ദ വെയിറ്റർ ബ്രോട്ട് മൈ ഗ്ലാസ്. ദ വെയിറ്റർ കെയിം ബാക്ക് വിത്ത് മൈ ഡ്രിങ്ക്. ഞാൻ ഓർഡർ ചെയ്ത മോക്ടെയിൽ ഗ്ലാസുമായി വന്നു. Dormant means inactive, unused. Mocktail, a non-alcoholic drink, a fake cocktail. Mock, a model എന്ന അർത്ഥത്തിലാണ് കോക്ടെയിലുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മോക്ക് ആൻഡ് കോക്ടെയിൽ, ഇത് രണ്ടും കൂടെ ചേർത്തുള്ള ഒരു പദമാണിത് മോക്ടെയിൽ. ഇത്തരം പദങ്ങൾക്ക് പോർട്ട്മാൻറ്റോ വേർഡ്സ് എന്നാണ് പറയുക. The woman opposite me examined the piece of paper, then gave it back to me, saying, "I want a European type person." The woman examined my certificate and returned it, saying she wanted a white person. എനിക്കെതിരെ കഫേയിൽ ഇരുന്നിരുന്ന, ഞാൻ കാണാൻ വന്നിരുന്ന ആ മാഡം, ആ കാഷ്യർ വുമൻ
എൻ്റെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി പരിശോധിച്ച് എനിക്കത് തിരിച്ചു നൽകി. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഷീ വാണ്ടഡ് എ വൈറ്റ് പേഴ്സൺ. എനിക്ക് ട്യൂട്ടറായിട്ട് ഒരു വെള്ളക്കാരി, ഒരു യൂറോപ്യൻ ടൈപ്പ് ട്യൂട്ടറെയാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞു. Lifting her chin in the air, she added, I don't want anyone messing up my child's education. She spoke proudly and said she didn't want someone to spoil her child's education. സർട്ടിഫിക്കറ്റ് ഒക്കെ തിരിച്ചു തന്നിട്ട് ഒരു യൂറോപ്യൻ ടൈപ്പ് പേഴ്സണാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ശേഷം അവർ വീണ്ടും അല്പം അഹങ്കാരത്തോടുകൂടി അന്തരീക്ഷത്തിലേക്ക് തല ഉയർത്തിക്കൊണ്ടവർ പറഞ്ഞു, ഷീ ഡിഡിൻറ്റ് വാണ്ട് സമൺ ടു സ്പോയിൽ ഹെർ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ. ഒരു കറുത്ത വർഗ്ഗക്കാരിയെ പോലുള്ള ട്യൂട്ടർ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം സ്പോയിൽ ചെയ്യാൻ, മെസ്സപ്പ് ചെയ്യാൻ, അത് നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അല്പം അഹങ്കാര സ്വരത്തിൽ പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിലോർത്തു, മാഡം ഈസ് ഫ്രഞ്ച്, ട്രൂ, ബട്ട് ഹാസൻറ്റ് ഈവൻ പാസ്ഡ് ഹെർ ഡിഗ്രി ആൻഡ് സീംസ് ടു തിങ്ക് ഷീ കുഡ് നോട്ട് ട്യൂട്ടർ ഹെർ ഡോട്ടർ ഹെർസെൽഫ്. ഈ മാഡം ഒരു ഫ്രഞ്ചുകാരി തന്നെയാണ്. ഷീ ഡസ് നോട്ട് ഹാവ് എ ഡിഗ്രി, എന്നാൽ അവർക്ക് ഫ്രഞ്ച് ഭാഷയിൽ ഡിഗ്രിയൊന്നുമില്ല. ആൻഡ് ബിലീവ്സ് ഷീ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ടീച്ചിങ് ഹെർ ഓൺ ചൈൽഡ്. അവർക്ക് തന്നെ അറിയാം അവരുടെ കുഞ്ഞിനെ വിദ്യാഭ്യാസം കൊടുക്കാൻ, പഠിപ്പിക്കാൻ അവർക്കാകില്ല എന്നും. ഷീ ഈസ് റിഫ്യൂസിങ് മീ വർക്ക് ഓൺ അക്കൗണ്ട് ഓഫ് മൈ ബ്ലാക്ക് ലിപ്സ്. ഷീ ഈസ് റിജക്റ്റിംഗ് മീ ബിക്കോസ് ഓഫ് മൈ സ്കിൻ കളർ. എനിക്ക് ഈ ജോലി അവർ ഇപ്പോൾ നിഷേധിക്കുന്നത് എൻ്റെ ചുണ്ടിൻ്റെ കറുത്ത നിറം കൊണ്ടാണ്, എൻ്റെ തൊലി നിറം കറുപ്പായതുകൊണ്ടാണ്. എന്നാൽ ആ ബ്ലാക്ക് ലിപ്സ് വിച്ച് ഹാൻ ഡ്രോൺ ദ നൈസിറ്റീസ് ഓഫ് ഫ്രഞ്ച് ഗ്രാമർ ബെറ്റർ ദാൻ ഹേഴ്സ്. ഫ്രഞ്ച് ഭാഷയുടെ ഗ്രാമർ അതിൻ്റെ എല്ലാ വ്യക്തതയോടുകൂടിയും ഡീറ്റെയിൽസോടു കൂടിയും വളരെ ഫ്ലുവൻ്റായിട്ട് വിശദീകരിക്കാനും സംസാരിക്കാനും ഈ കറുത്ത വർഗ്ഗക്കാരിക്ക് കഴിയും എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഷീ ഈസ് റിജക്റ്റിംഗ് മീ ബിക്കോസ് ഓഫ് മൈ സ്കിൻ കളർ. Even though I can speak fluently of French grammar in detail better than she does. ഈ വെള്ളക്കാരിയായ, യൂറോപ്പുകാരിയായ, ഫ്രഞ്ചുകാരിയായ ഈ സ്ത്രീയേക്കാളൊക്കെ നന്നായിട്ട് ഈ കറുത്ത വർഗ്ഗക്കാരിക്ക് അവളുടെ കറുത്ത ചുണ്ടുകൾ കൊണ്ട് വളരെ ഫ്ലുവൻ്റായിട്ട് ഫ്രഞ്ച് ഭാഷയുടെ ഗ്രാമർ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ തനിക്കാകുമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. മെസ് അപ്പ്, സ്പോയിൽ, നശിപ്പിക്കുക. ഡ്രോൺ ഹിയർ മീൻസ് സ്പീക്ക് ഫ്ലുവൻ്റ്ലി, ഒഴുക്കോടെ വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക, വിശദീകരിക്കുക. നൈസറ്റീസ്, സ്മോൾ ഡീറ്റെയിൽസ് ഓഫ് റൂൾസ്, നിയമങ്ങളുടെ ചെറിയ വിശദീകരണങ്ങൾ പോലും, എല്ലാ കാര്യങ്ങളും എന്നർത്ഥം. പോറിംഗ് മോക്ടെയിൽ ഓൺ ടോപ്പ് ഓഫ് മൈ റേജ്, ഐ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ലീവ് ഹർ വിത്ത് ദിസ് പാർട്ടിംഗ് ഷോട്ട്. ഫീലിംഗ് വെരി ആംഗ്രി, എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ആ ദേഷ്യത്തോടു കൂടി ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ഗവ് ഹർ ഷാർപ്പ് റിപ്ലൈ ബിഫോർ ലീവിങ്. ഞാൻ ഇറങ്ങിപ്പോരും മുമ്പ് വളരെ പരുഷമായ രീതിയിൽ ഞാൻ അവർക്കൊരു മറുപടി കൊടുത്തു. ഗുഡ് ബൈ മാഡം. ഇഫ് യു ഹാഡ് വാട്ട് ഐ ഹാവ് ബിറ്റ്വീൻ മൈ ഇയേഴ്സ്, യു വുഡൻറ്റ് ബി വർക്കിംഗ് ആസ് എ സൂപ്പർ മാർക്കറ്റ് കാഷ്യർ. ഇഫ് യു വർ ആസ് സ്മാർട്ട് ആസ് മീ, നിങ്ങൾ എന്നെപ്പോലെ വിദ്യാഭ്യാസമുള്ള, കഴിവുള്ള, സമൃദ്ധയായ ഒരുത്തിയായിരുന്നെങ്കിൽ, യു വുഡൻറ്റ് ബി സ്റ്റക്ക് വർക്കിംഗ് ആസ് എ കാഷ്യർ. ഒരു സൂപ്പർ മാർക്കറ്റിലെ കാഷ്യറായിട്ട് നിങ്ങൾ ജോലിയിൽ കുടുങ്ങുമായിരുന്നില്ല. ഷീ ഷൗട്ടഡ്. ഇത് കേട്ട് ആ സ്ത്രീക്ക് വല്ലാത്ത ദേഷ്യം വന്നു. കം ബാക്ക്, ഷീ ക്രൈസ്. നീ ഇങ്ങോട്ട് തിരിച്ചു വാ, അവർ എന്നോട് ആക്രോശിച്ച് പറഞ്ഞു. യു ഹാവിൻ പെയ്ഡ് ഫോർ യുവർ ഡ്രിങ്ക്. നീ കുടിച്ച ഡ്രിങ്കിൻ്റെ പണം കൊടുത്തിട്ടില്ലല്ലോ. വെയിറ്റ്, യു ഡിഡിൻ പേ ഫോർ യുവർ ഡ്രിങ്ക്. അവരെന്നോട് ആക്രോശിച്ച് പറഞ്ഞു. നോ, ഐ സേ റൈലി. ഞാൻ പരിഹാസത്തോടു കൂടി പറഞ്ഞു, ഇല്ല, പണം കൊടുത്തിട്ടില്ല. ദ പ്ലഷർ ഈസ് ഓൾ യുവേഴ്സ് മാഡം. ഇവിടെ ഉണ്ടായ ഈ കൂടിക്കാഴ്ചയുടെ സന്തോഷമൊക്കെ നിങ്ങളുടേത് മാത്രമല്ലേ. തിങ്ക് ഓഫ് ഇറ്റ് ആസ് ട്രാവൽ എക്സ്പെൻസസ്. എന്നോട് ഇങ്ങോട്ട് വരാനും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കുണ്ടായ യാത്രാ ചെലവും അതൊക്കെയായിട്ട് അതങ്ങ് പരിഗണിച്ചാൽ മതി. ഞാനതിൻ്റെ പണം കൊടുക്കുന്നില്ല, നിങ്ങൾ തന്നെ കൊടുത്തോളൂ. ബീയിങ് എ കാഷ്യർ, യു വിൽ നോ ദാറ്റ് എവറിത്തിങ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ. നിങ്ങളൊരു കാഷ്യർ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ സർവീസുകൾക്കും പണം കൊടുക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈവൻ ദ സർവീസസ് ഓഫ് കളേർഡ്സ്, ആസ് യു കോൾ അസ്, കളേർഡ് പീപ്പിൾ. എന്നെപ്പോലെയുള്ള കറുത്ത വർഗ്ഗക്കാരുടെ സേവനത്തിനും വിലയുണ്ട്, അതിനും പണം കൊടുക്കേണ്ടതുണ്ട്. കളേർഡ്സ്
ആസ് യു കോൾ അസ്, നിങ്ങൾ അങ്ങനെയാണല്ലോ ഞങ്ങളെ വിളിക്കുന്നത്. ആ സ്ത്രീ വളരെ ദേഷ്യത്തോടു കൂടിയാണ്, വെയിറ്റ്, യു ഡിഡിൻ പേ ഫോർ യുവർ ഡ്രിങ്ക്. പോവല്ലേ, നീ നിൻ്റെ ഡ്രിങ്കിൻ്റെ, കോക്ടെയിലിൻ്റെ അഥവാ മോക്ടെയിലിൻ്റെ പണം കൊടുത്തിട്ടില്ല എന്നോട് പറഞ്ഞത്. അത് കേട്ട് ഞാൻ കുറച്ച് പരിഹാസത്തോടു കൂടിയാണ് അവരോട് മറുപടി പറഞ്ഞത്. ഐ റിപ്ലൈഡ് വിത്ത് ഐറണി, നോ, ദ പ്ലഷർ ഈസ് യുവേഴ്സ്. കൺസിഡർ ഇറ്റ് എ ട്രാവൽ എക്സ്പെൻസ്. ആസ് എ കാഷ്യർ യു ഷുഡ് നോ ദാറ്റ് എവറിത്തിങ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ, ഈവൻ ദ വർക്ക് ഓഫ് ബ്ലാക്ക് പീപ്പിൾ ആസ് യു കോൾ അസ്. ഇത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് കൂടുതൽ ദേഷ്യം വന്നു. ഐ ഹേർഡ് ദ കാഷ്യർ യെൽ, ഗോ ബാക്ക് ടു ജംഗിൾ. ദേഷ്യത്തോടു കൂടി ആ കാഷ്യർ എൻ്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടു. ഗോ ബാക്ക് ടു ജംഗിൾ. മൈ മദർ ഇൻ ലോ ഹാഡ് ഷൗട്ടഡ് എക്സാക്ട്ലി ദ സെയിം ഫ്രേസ് അറ്റ് മീ. ഷീ ഷൗട്ടഡ് അറ്റ് മീ, ഗോ ബാക്ക് ടു ജംഗിൾ. മൈ മദർ ഇൻ ലോ ഹാഡ് വൺസ് ഷൗട്ടഡ് ദ വെരി സെയിം തിങ് അറ്റ് മീ. ഞാനിങ്ങനെ ഓർത്തു, എൻ്റെ മദർ ഇൻ ലോയും ഒരിക്കൽ ഇതേ വാക്ക് പറഞ്ഞുകൊണ്ട് എൻ്റെ നേരെ ആക്രോശിച്ച് ദേഷ്യത്തോടു കൂടി ഒച്ച വെച്ചിട്ടുണ്ട് എന്ന്. എൻ്റെ മദർ ഇൻ ലോയും ഈ സ്ത്രീയെപ്പോലെ ഒരു ഫ്രഞ്ച് സ്ത്രീ ആയിരുന്നല്ലോ. കറുത്ത വർഗക്കാരിയായ എന്നോട് എന്നെ അവഹേളിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടി നീ നിൻ്റെ കാട്ടുരാജ്യത്തേക്ക്, നിൻ്റെ കാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞത് ഒരേ ആറ്റിറ്റ്യൂഡായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. ഞാനും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്നോട് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞ ആ സ്ത്രീയോട് അതേ നാണയത്തിൽ ഞാനും തിരിച്ചടിച്ചു. യു ഷുഡ് കം വിത്ത് മീ ഫോർ ദ ഫ്രഷ് എയർ ഇൻ ദ ജംഗിൾ, ഐ റിട്ടോർട്ടഡ്. ഐ റിപ്ലൈഡ് ഷാർപ്ലി. വളരെ ഷാർപ്പായിട്ട്, ഉരുളക്കുപ്പേരി എന്ന രൂപത്തിൽ ഞാൻ മറുപടി കൊടുത്തു. കം വിത്ത് മീ ടു ദ ജംഗിൾ ഫോർ ഫ്രഷ് എയർ. എന്നോടൊപ്പം കാട്ടിലേക്ക് പോന്നോളൂ, നിങ്ങൾക്കും അല്പം ഫ്രഷ് എയർ ആസ്വദിക്കാം. ഇറ്റ് ഈസ് റീവൈറ്റലൈസിങ് ആൻഡ് വുഡ് സേവ് യു എ ഫേസ് ലിഫ്റ്റ്. ഐ ആഡഡ്, ഇറ്റ് ഈസ് റിഫ്രഷിംഗ് ആൻഡ് കുഡ് കീപ് യു ലുക്കിംഗ് യങ്. ആ ഫ്രഷ് എയർ ആസ്വദിക്കുന്നത് നിങ്ങൾക്ക് ആശ്വാസം പകരും, നിങ്ങളെ ഒന്നുകൂടി യങ് ആക്കി മാറ്റും. അതുകൊണ്ട് നോ നീഡ് ഫോർ ഫേസ് ലിഫ്റ്റ് സർജറി. നിങ്ങൾക്ക് മുഖം മിനുക്കുന്ന സർജറിയുടെ ആവശ്യം വരില്ല എന്നോടൊപ്പം കാട്ടിലേക്ക് വന്നാൽ എന്നു ഞാൻ അവരോട് പരിഹാസ രൂപത്തിൽ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഷീ സാറ്റ് ദർ മോട്ടറിങ്. ഷി വാസ് സ്കാർലെറ്റ്. ഷീ സാറ്റ് മംബ്ലിങ്. ദേഷ്യത്തോടുകൂടി പിറുപിറുത്തുകൊണ്ട് അവരങ്ങനെ ഇരുന്നു. ഹെർ ഫേസ് ബ്രൈറ്റ് റെഡ് വിത്ത് എംബാരസ്മെൻറ്റ്. എൻ്റെ പരിഹാസം കേട്ട്, നാണം കേട്ട് ദേഷ്യത്തോടുകൂടി അവരുടെ മുഖം വളരെ നന്നായിട്ട്, ആ വെളുത്ത മുഖത്ത് ചുവപ്പ് നിറം വന്നു. ദേഷ്യത്തിൻ്റെ ചുവപ്പ്, നാണത്തിൻ്റെ ചുവപ്പ്. Inside, I thanked God for not afflicting me with that particular mark of embarrassment or anger. I thanked God that my dark skin never turns scarlet to show embarrassment or anger. എൻ്റെ ഈ കറുത്ത ശരീരത്തിൽ, കറുത്ത തൊലിയിൽ ഇതേ രൂപത്തിൽ നാണം കെടുമ്പോഴോ ദേഷ്യം പിടിക്കുമ്പോഴോ കളർ മാറ്റം, സ്കാർലറ്റ്, റെഡ് കളറൊന്നും വരില്ല. എൻ്റെ കറുത്ത നിറത്തിൽ, എൻ്റെ തൊലിയിൽ അതൊന്നും കാണില്ല എന്ന് മനസ്സിലോർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് രഹസ്യമായി എൻ്റെ മനസ്സിൽ നന്ദി പറഞ്ഞു. ഇതും ഒരു പരിഹാസമാണ്, ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. മൈ സ്കിൻ അറ്റ് ലീസ്റ്റ് ഓൾവേസ് കീപ്സ് ഇറ്റ്സ് ഡിഗ്നിറ്റി. മൈ ഡാർക്ക് സ്കിൻ ഓൾവേസ് കീപ്സ് ഇറ്റ്സ് ഡിഗ്നിറ്റി. എൻ്റെ ഈ ഇരുണ്ട തൊലി നിറത്തിന് എപ്പോഴും അതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. ഞാൻ മനസ്സിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഗുഡ് റിഡൻസ് മാഡം. ഏതായാലും ഞാൻ ആ സ്ത്രീയോട് വീണ്ടും പറഞ്ഞു, ഐ എം ഗ്ലാഡ് ടു ബി എവേ ഫ്രം യു മാഡം. നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞ് ഞാൻ പോകുന്നു, സന്തോഷമായി മാഡം എന്ന് കളിയാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. ദാറ്റ് ഈവനിങ് ഐ കോൾഡ് എ ഫ്രണ്ട് ഫ്രം കോളേജ്, എ റിയൽ വൈറ്റ് ഗേൾ. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ഒരു കോളേജ് മേറ്റ്, ഒരു സുഹൃത്തിനെ വിളിച്ചു. അവരൊരു വെള്ളക്കാരി യൂറോപ്യൻ സ്ത്രീയായിരുന്നു. അവരെ ഞാൻ വിളിച്ചു, അവരോട് ഞാൻ സംസാരിച്ചു. ഷി വാസ് ലുക്കിംഗ് ഫോർ സം പാർട്ട്-ടൈം വർക്ക് വൈൽ ഷീ ഡിഡ് ഹെർ ഡിഗ്രി. അവർ ഡിഗ്രി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഷീ വാണ്ടഡ് എ സ്മോൾ ജോബ് വൈൽ സ്റ്റഡിയിങ് ഫോർ ഹെർ ഡിഗ്രി. ഐ ഗവ് ഹെർ ദ കാഷ്യർസ് നമ്പർ. ഐ ഗവ് ഹെർ ദ ഫോൺ നമ്പർ ഓഫ് ദ കാഷ്യർ വുമൺ. ഈ കാഷ്യർ വുമൻ്റെ ടെലിഫോൺ നമ്പർ ഞാൻ ആ വൈറ്റ് ഗേൾ, ആ വൈറ്റ് ഫ്രണ്ടിന് നൽകി. The next evening, her happy voice rang out of my answering machine. Thanks for the tip. I started work for that lady this morning. But if you are interested, she has a neighbor who is looking for a cleaner. The next evening, I heard my friend's happy voice on the answering machine. പിറ്റേന്ന് വൈകുന്നേരമായപ്പോൾ എൻ്റെ ആ
വൈറ്റ് ഫ്രണ്ടിൻ്റെ സന്തോഷമുള്ള ഒരു സന്ദേശം എനിക്ക് കേൾക്കാൻ സാധിച്ചു. എൻ്റെ ആൻസറിങ് മെഷീനിൽ അവരുടെ വോയിസ് മെസ്സേജായി റെക്കോർഡ് ചെയ്തിരുന്നു. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ അബൌട്ട് ദ ട്യൂട്ടറിങ് ജോബ്. ഞാനാണല്ലോ അവർക്ക് ഒരു ട്യൂട്ടർ ജോബ് ഉണ്ട് എന്നുള്ള നമ്പർ കൊടുത്തത്. ആ ജോലിയുടെ വിവരം നൽകിയതിന് നന്ദി. ഐ സ്റ്റാർട്ടഡ് ടുഡേ. ഞാൻ ഇന്ന് ആ ജോലിയിൽ പ്രവേശിച്ചു, ആ ജോലി തുടങ്ങി. കറുത്ത വർഗക്കാരിയായ എനിക്ക് നിഷേധിക്കപ്പെട്ട ആ ജോലി വൈറ്റ് ഫ്രണ്ടിന്, വെള്ളക്കാരിയായ എൻ്റെ കൂട്ടുകാരിക്ക് അവർ നൽകിയിരിക്കുന്നു. അവർ ആ ജോലിയും തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ഷി ഓൾസോ സെറ്റ്, എൻ്റെ ആ കൂട്ടുകാരി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ദ കാഷ്യേഴ്സ് നെയ്ബർ നീഡ്സ് എ ക്ലീനർ. ആ കാഷ്യർ സ്ത്രീയുടെ അയൽക്കാരിക്ക് ഒരു വേലക്കാരിയെ, ഒരു ക്ലീനർ, ഒരു സെർവൻറ്റിനെ ആവശ്യമുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് ദാറ്റ് ജോബ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ആ ജോലി സ്വീകരിക്കാം. ഇത് വളരെ വേദനിപ്പിക്കുന്ന, മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു വിവേചനത്തിൻ്റെ സന്ദേശമാണ്. ഈ വൈറ്റ് ഫ്രണ്ടിനേക്കാൾ, അല്ലെങ്കിൽ അവരോടൊപ്പം ക്വാളിഫിക്കേഷനുള്ള ഒരു സ്ത്രീയായിരുന്നു ഞാനും. എന്നാൽ എൻ്റെയും അവളുടെയും തൊലി നിറത്തിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് ആ ജോലി നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ എന്നോട് പറയുന്നു, കാഷ്യർ വുമൻ്റെ അയൽക്കാരിക്ക് ഒരു സെർവൻറ്റിന്, ഒരു ക്ലീനറെ ആവശ്യമുണ്ട്. കറുത്ത വർഗക്കാരിയായി എനിക്ക് വേണമെങ്കിൽ ആ ജോലി സ്വീകരിക്കാമെന്ന്. എന്തുമാത്രം ഇൻസൾട്ടിങ്, പെയിൻഫുൾ. ഇത്രയുമാണ് പ്രിഫറൻസ് നാഷണൽ, നാഷണൽ പ്രിഫറൻസ് എന്ന ഈ സ്റ്റോറിയുടെ വിശദീകരണം. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ലെസൺ, ഈ സ്റ്റോറിയുടെ തീം ശരിയാംവിധം മനസ്സിലാകാൻ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.